Let the world know that you're a womanizer. You go with some naughty talk. Wait and watch. കാരണം കുറെ നാളുകളായിട്ട് ഞാനും എന്റെ കുടുംബവും അത്രയും മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. എനിക്കെന്നല്ല ഒരാൾക്കും ഇതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതിന്റെ പേരിൽ നിന്ന് തുടങ്ങുന്ന വിഷയമാണ് ഇത് മുഴുവൻ. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ എതിരായിട്ട് പേര് പറഞ്ഞുകൊണ്ട് ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ടെലിഫോൺ ലൈനിൽ. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനമാണുള്ളൂ. മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. ബോച്ചെട്ടി എന്ന് പറഞ്ഞ് ഒരു സാധനം ഇറക്കിയിരുന്നു. ഇപ്പൊ അത് കാണാനില്ല, ആരും ചോദിക്കുന്നുമില്ല. പിന്നെ ബോച്ചെ ലോട്ടറി 25 കോടി കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം അതിന്റെ നറുക്കെടുപ്പ് എന്താണ്, അതെന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതും ഗവൺമെന്റിനെ പറ്റിച്ചാണ് ശരിക്കും ആ ലോട്ടറി ഇറക്കിയത് തന്നെ. ശരിക്കും അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ സ്വർണത്തിന്റെ ബിസിനസ് ആണെന്ന് പറയും. അതായത് ജുവലറി ഷോപ്പാണെന്ന്. എത്ര ജുവലറി ഷോപ്പ് ഉണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഇത്രയ്ക്ക് ആഘോഷിക്കാൻ? അവിടെയൊക്കെ ശരിക്കും ബാക്കിയുള്ള ജുവലറി ഷോപ്പിനേക്കാൾ കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ടോ? ശരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ പണി ബ്ലേഡ് കമ്പനിയാണ്. ആൾക്കാരെന്ന് കഴുത്തറുത്ത് പലിശയ്ക്ക് പണം കൊടുക്കലാണ് മെയിൻ പണി. ബാക്കിയുള്ളതെല്ലാം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ്. നന്മമരം ഇമേജ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോ ഹണി റോസിന്റെ ബ്രില്യൻസ് ആണ് ഏറ്റവും സംസാര വിഷയമായിരിക്കുന്നത്. കാരണം സാധാരണക്കാരനെ ആദ്യം കുടുക്കി, അവരുടെ അതായത് നമ്മുടെ ഷാജി 60 വയസ്സിനെ പോലെയുള്ള ആൾക്കാരെതിരെ ആദ്യമേ കേസ് കൊടുക്കുന്നു. പ്രമുഖനല്ലാത്തത് കൊണ്ടും ബോച്ചെ എന്നുള്ള പേര് പറയാത്തത് കൊണ്ടും മാധ്യമങ്ങളും പോലീസും അതിന്റെ പിന്നാലെ ഇറങ്ങി. അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഷാജി ചേട്ടൻ എത്തുന്നു, പിന്നാലെ ബാക്കിയുള്ളവരും എത്തുന്നു പറയുന്നു. ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ കൊണ്ടുപോയി ബോച്ചെ എന്ന് പേര് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഹണി റോസ് വിജയിച്ചിരിക്കുകയാണ്. ഇനിയും പോലീസിന് ബോച്ചയ്ക്കെതിരെ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. നന്മമരം വീഴുകയാണ്. 8 വർഷം മുമ്പ് ഒരു സ്ത്രീ ബോച്ചയ്ക്കെതിരെ വന്നതാണ്. പക്ഷേ അത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്നുള്ള രീതിയിൽ ആൾക്കാർ മറന്നു കളഞ്ഞു. ആ സ്ത്രീ വളരെ വ്യക്തമായിട്ട് ഇയാളുടെ ലൈംഗികമായ അതിക്രമണത്തെ കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷെ അതൊക്കെ മറന്ന് മലയാളികള് ഇപ്പോ ബോച്ചേനെ വെച്ചിരിക്കുന്നത് നെഞ്ചിൽ വളർത്തിയ നന്മമരമായിട്ടാണ്. കാരണം അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇമേജ് അയാൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ആ സ്ത്രീ വ്യക്തമായിട്ട് ഇയാൾക്കെതിരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. പക്ഷെ അവരെ ഉൾപ്പെടെ മുക്കിക്കളഞ്ഞു. എനിവേസ്, അങ്ങനെയൊന്നും മറഞ്ഞു പോകാതിരിക്കട്ടെ ഈ കേസും. കുറച്ചെങ്കിലും അയാൾക്കൊരു പാഠമായി മാറട്ടെ. സ്ത്രീകൾക്കെതിരെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ, അശ്ലീലമായ രീതിയിൽ സംസാരിക്കുന്നതെങ്കിലും അയാൾ നിർത്തട്ടെ. പബ്ലിക് ആയിട്ടുള്ള അയാളുടെ ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിർത്തിയിട്ട് പോട്ടെ. ബൈ.